അങ്ങനെ ഒരാൾക്ക് പഠിച്ചോണ്ട് എന്തിനാ ഇങ്ങനെ പിന്നെയും പരീക്ഷിച്ചണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതിന് വേണ്ടിട്ട് ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങളും അറിയാം, ഞങ്ങൾക്ക് തരാല്ലതും പാട് അതിനങ്ങോട്ട് കൊടുത്തുകാരൻ. ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് ഷഫീഖ് ഉണ്ട്, നമ്മളെ അലിയാക്കുണ്ട്. നിങ്ങളെ അടിയിൽ എന്തെങ്കിലും ഒരു കോല് അപ്പൊ ഞാൻ മുന്നിൽ എന്തെടുക്കണ ആരും ഒന്നും പറയത്. സിഫ്നാക്ക് അലിയാക്കൊപ്പം ഇരിക്കണമെന്ന് ഓല് പിരിയില്ലട്ടോ. രാജാസമര ബേക്കിന് പോയി 4 അട്ടിട്ട് കൊത്തിന്നിക്കണോ. ഇന്നങ്ങടെ പോണ വിചാരിച്ചാല് നമ്മളെ കുറച്ച് പരിപാടികളുണ്ട്. ഒരു കടയിൽ കയറാനും ഉണ്ട്. അതേമാതിരി മൂത്തമാരൊട്ടിന്റെ കല്യാണാണ് മറ്റന്നാ വരുന്നത്. അപ്പൊ ഞാൻ സിഫ്നി ഒരു പരാകളിൽ പോയിട്ട് ശീലയും കാര്യൊക്കെ വാങ്ങി ഒരു ഡ്രസ് കോഡ് അടിച്ചിക്കണേ. അപ്പൊ ഡ്രസ്സിന്റെ ഇത് വരുന്നത് ഒരു പർപ്പിൾ കളർ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കിട്ടുമോ നോക്കട്ടെ. അപ്പൊ ഇമ്മി ഇപ്പം കല്യാണത്തിന് ഉണ്ടാവൂല. എന്താ വെച്ചാല് നിങ്ങളാ വീഡിയോയില് അന്ന് ആ വീഡിയോ നമ്മള് റിസോർട്ടിക്ക് പോയ വീഡിയോ കണ്ടിട്ട് കൊറേ ആൾക്കാര് നമുക്ക് ചോദിച്ചിന് എന്താ എല്ലാരും ചോദിച്ചിന് എന്താ ഉപ്പാക്ക് പറ്റിയപ്പാനെ കുറിച്ച് നടത്തുകയാണല്ലോ. ഇപ്പൊ പണ്ടത്തെ മായി തന്നെ അയക്കണേ. ടെൻഷൻ കൂടിയേക്കണേ. അതുകൊണ്ട് ഇപ്പാക്ക് നടത്തുമ്പക്കില്ല മൈൻഡ് പോയിട്ട് ഒന്നുമില്ല, മൈൻഡിലൊന്നുമില്ല. ഉറക്കക്കുറവ് അങ്ങനത്തെ സംഭവങ്ങളായോണ്ട് പിന്നെയും പഴയ ലെവല് മാതിരി ആണ്. നല്ല പ്രതീക്ഷ ഉണ്ടായിനി. എക്സസൈസും കാര്യങ്ങളും എടുക്കാൻ നമ്മള് പല നിർബന്ധിച്ചും കാട്ടിക്കൊണ്ട് നിക്കേനെ. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇങ്ങനെ സംഭവമായത്. അപ്പൊ അതിലേറെ ബുദ്ധിമുട്ടായി. ഇപ്പൊ ആദ്യം ആശുപത്രിയില് വന്ന ടൈമിൽ ഉസാറില്ലേ, അടിപൊളി. അത് നമ്മളൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിക്കണ്. ഞാന് ആ ക്ലിപ്പ് അപ്പ പായണത് 1 മാസം വരെ ഉസാറേനി. പിന്നെ ഒരു പോക്കിന് പനി കൊണ്ട് വയ്യ. ഈ മരുന്നിന്റെ എഫക്റ്റ് ആണോ എന്താ അറിയില്ല. അങ്ങനെയല്ല, ബാക്കി ടെൻഷൻ കൂടിയേക്കണം. അപ്പൊ ഒന്നാമത് ഇപ്പൊ ഒരു പരിപാടി ഇല്ല. നമ്മള് പോണതോടെയൊക്കെ കൊണ്ടുപോകും. എല്ലാരും പറയും നിങ്ങൾ പുറത്തേക്ക് ഇറക്കാത്തോണ്ടാണ്. നമ്മള് പോണതോടെ എല്ലാരും നമ്മള് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇപ്പൊ ഗൾഫിലായ ടൈമില് നല്ല ടെൻഷനും കാര്യങ്ങളും ഞങ്ങൾ കൊറേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇല്ല കാലത്ത് കൊറേ ഇടങ്ങാറായി. കാരണം ഒരാളോട് പട്ടിണി ഒരാളോട് എതിര് പറയില്ല, ഒക്കെ സഹിച്ചും. എല്ലാരും പറയുമ്പോ അപ്പൊ സംസാരിക്കണ കൂട്ടത്തില് ഇപ്പൊ പൊതുവെ അങ്ങനെയാണ്. അത് ആരോടൊരു കുയിന്തോ പോരോ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയ ഭയങ്കര ഇടങ്ങാറാ. പക്ഷെ ഇപ്പൊ ഉപ്പാന്റെ മേല് പൊളിഞ്ഞാലും ഇപ്പൊ കുഴപ്പമില്ല, വിഷയമില്ലാന്നേ പറയുള്ളൂ. ഇപ്പൊ പൊതുവെ സൈലന്റ് ഇല്ല ആളാണ് ഇപ്പൊ. എന്തുണ്ടെങ്കിലും ഇപ്പൊ ഒരു വെയ്യായ നമ്മളോട് പറയില്ല. പനിച്ചു പറഞ്ഞാല് നമ്മള് തൊട്ട് നോക്കിയാലാണ് പനിയാന്ന് അറിയുള്ളൂ. നമ്മളായിട്ട് വേനുണ്ടോ ചോദിക്കുമ്പോ പറ്റ ചൂടായിട്ട് ചോദിക്കുമ്പോഴേ അവിടെ വേനുണ്ടോ ചോദിച്ചാ അവിടെ ചെറിയ വേനുണ്ട്. അങ്ങനെ പറ്റ വെയ്യാതായാലും നമ്മളോട് പറയുള്ളൂ. നമ്മള് ചോദിക്കും, പക്ഷെ ഇപ്പൊ പറയില്ല, നമ്മളോട് കാര്യങ്ങൾ പറയില്ല. ഞമ്മക്ക് എന്തെങ്കിലും പറ്റണെങ്കിലും ഉപ്പാക്ക് സഹിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പണ്ടേ അങ്ങനെ തന്നെ മരുന്നിന് പോയി കാട്ടിക്ക അങ്ങോട്ട് അടിക്കാം. പക്ഷെ ഉപ്പാക്ക് എത്ര മുറിഞ്ഞാലും ഉപ്പ സഹിച്ചു നോക്കും. അങ്ങനെ ഒരാൾക്ക് പഠിച്ചോണ്ട് എന്തിനാ ഇങ്ങനെ പിന്നെയും പരീക്ഷിച്ചണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതിന് വേണ്ടിട്ട് ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങളും അറിയാം, ഞങ്ങൾക്ക് തരാല്ലതും പാട് അതിനങ്ങോട്ട് കൊടുത്തുകാരൻ. അല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ. കാരണം നടന്ന ഒരാളല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു പ്രതീക്ഷ ഇല്ല. ഇനിയിപ്പോ ഒരു കുഴപ്പമില്ലാതെ പോയ ഒരാള് പിന്നെ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇപ്പൊ ഓരോ ആളാണ്. ഇപ്പൊ നമ്മളെ കയ്യിലേ അല്ല. ഇപ്പൊ നമ്മള് വേറെ ഡോക്ടർമാരും കാര്യമൊക്കെ മരുന്നും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്ത് വിചാരിച്ചാല് ഓരോന്ന് എന്തൊക്കെയോന്നുള്ളി പുറക്കി പറയാ, നീച്ചുക, വാതിലൊർക്കുക, പോണെന്നില്ല വാശിയാണ്. ഇപ്പൊ അങ്ങനെയൊക്കെ ഓരോന്നായി. ഇപ്പൊ ഞങ്ങളെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റന്നാ ഇപ്പൊ മൂത്തമാനുട്ടിന്റെ കല്യാണമാണ്. ലാസ്റ്റ് കല്യാണമാണ്. അവിടെ ചെറിയ മകളെ കല്യാണാണ്. ഇപ്പൊക്ക് ഡ്രസ് എടുത്ത് തരാ, അതേ കളർ എടുക്കട്ടോ ഒക്കെ ഇപ്പൊ ഞാനും ഉണ്ട്. ഞാൻ ചോറ് വളമ്പെന്നൊക്കെ പറഞ്ഞ ഇന്നലെ മൂത്തമ്മക്ക് വിളിച്ചിട്ടാവൊക്കെ തന്നെ അമ്മ പറയണേ. മൂത്തമ്മാനോട് പറഞ്ഞാണേ ഞാനും ഉണ്ട്, ഞാൻ ചോറ് വളമ്പ്, ഞാനാ വളമ്പാന്നൊക്കെ പറഞ്ഞാണേ. പെട്ടെന്ന് ഇപ്പൊ ഇനി എങ്ങോട്ടും പോകാൻ പറ്റൂല, അമ്മക്കും പോരാൻ പറ്റൂല. അമ്മ അത് ആ ടെൻഷനിൽ ഉമ്മ പറ്റേക്കും. നിങ്ങൾ ഓരോരുത്തരുടെ കമന്റ് നമ്മള് കാണാത്തോണ്ടല്ല, പിന്നെ ഓരോരുത്തർക്ക് ഈ റീപ്ലൈ തരുന്ന പറഞ്ഞാല് അങ്ങക്കും റിസ്ക് ആണ്, ഇങ്ങക്കും റിസ്ക് ആണ്. കാരണം ഞങ്ങളൊക്കെ ഈ വീഡിയോയില് ചിരിച്ച് കളിച്ച് കിടക്കണേ കാണുള്ളൂ. നമ്മള് തലക്കും കൈ വെച്ച് ഇപ്പാന്റെ അടുത്ത് കുത്തിരിക്കണ വീഡിയോ നമ്മൾ അങ്ങനെ എടുക്കലില്ല. കാരണം എന്താ പറയാ, ഞങ്ങളോ അടങ്ങാറായോണ്ടാണ്. നമ്മക്ക് അത് അടങ്ങാറാണ്. നമ്മ ഇപ്പാക്ക് വെയ്യാനാണ് ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ നമ്മക്ക് തീരെ താല്പര്യമില്ല. പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഇപ്പാനെ കൊണ്ടുപോകണം. ഞങ്ങൾക്കും അതാണ് സന്തോഷം. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ ഇപ്പാനെ കാണുന്നത്.
ഇപ്പൊക്കെ ഈ കാലിന്റെ മാത്രാണെങ്കിൽ ആ കാലിന്റെ നടക്കാൻ വയ്യ ഈ വീഴ്ച അത് മാത്രമാണെങ്കിൽ നമുക്ക് ഉമ്മക്കായിട്ട് ഫോക്കസ് കൊടുത്ത് അത് ഇതാക്കിയാൽ മതി. അതൊരുവിധം മാറി ലെവലായി വന്നപ്പോഴത്തിനാണ് വേറെ രീതിയിൽ തരുന്നത്. അപ്പൊ ഭാഗം താങ്ങാൻ വയ്ക്കൂല, അത് നമുക്ക് മാറ്റിയെടുക്കാൻ പെട്ടെന്ന് ഉമ്മാന്റെ അവസ്ഥയാണ്. ഒരു എങ്ങോട്ടും പോകാനും പറ്റൂല. ഇമ്മല്ല കല്യാണത്തിന് അല്ല ഞങ്ങള് പോയിക്കൊള്ളിട്ട്. അപ്പൊ നാളെ തലേന്നാണ്, കല്യാണ തലേന്നാണ്. അപ്പം ഞങ്ങളൊക്കെ വിചാരിച്ചിന് എല്ലാവരും തലേന്ന് പോകുക, നട്ടപ്പാതിരാകുമ്പോ തിരിച്ചു വരിക, പിറ്റേന്ന് രാവിലെ പോണൊക്കെ ഞങ്ങളെ മൈൻഡില്. കാരണം ഇപ്പാനായിട്ട് കൂടുന്ന ഷെഫീക്ക് തരും ഒരു കല്യാണത്തിന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ വിധി വേറെ എന്തൊക്കെയോ വിചാരിച്ചിന്. പോകാൻ പറ്റുമോ ഈ സാഹചര്യത്തിൽ ആണെങ്കിൽ അന്ന് പോയി പോകണമെന്നാണ്. ഇമ്മ ഇപ്പ ഉണ്ടാവൂല. ഷെഫീക്ക് പറയുന്നത് ഞാനും ഇല്ല, അമ്മാക്ക് ഒറ്റക്ക് പകല് പോയി പോയി രാത്രി പോകാൻ എന്തായാലും ഇനി കൂടെ നടത്തും. രാത്രിയാണ് പ്രശ്നങ്ങൾ. നമ്മള് തലേന്ന് പോയാണ് നിൽക്കണ്ടേ. പോയി പോരാ. അല്ല ഇപ്പാനെ കാറിൽ കൊണ്ടുപോകാൻ പറ്റൂല അല്ലേ? അടങ്ങിക്കണില്ലല്ലോ ഇപ്പാക്ക് വാശിയാണ്. അവസ്ഥ കാണുന്നവര് പറയാം അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി പോയിക്കൂടെ. നിങ്ങള് പറയുന്ന മാതിരിയല്ല. ഞങ്ങള് ബാത്റൂമിൽ കയറി നിക്കണ ഉപ്പ പിന്നെ ബാത്റൂം കാണുക പോയാല് ഷെഫീഖിന്റെ പോയി കഴിഞ്ഞാൽ നമ്മള് പിന്നെ കുറച്ചു നേരം വിടുമല്ലോ. നമ്മളെന്താ പരിപാടി അത് ബാക്കിയല്ല ചെയ്യാ. ഇമ്മ പണിയെടുക്കുകയാണെങ്കിൽ ഉമ്മാനെ കാണാതെ ഷെഫീഖിനെ കാണാതെ ഒറ്റ പാച്ചിലാണ് പുറത്തത്തെ വാതിലും കുറ്റിയും തോന്നുന്ന പോകാൻ നിക്കാണ്. അപ്പൊ ഉപ്പാന്റെ മൈൻഡിൽ വേറെ എന്തൊക്കെയോ ചിന്തകൾ എന്തൊക്കെയോ പറയാണ്. നമ്മളോട് പറയണില്ല എന്താ ടെൻഷൻ ഭയങ്കര. ഇപ്പാന്റെ വെപ്പള ഇപ്പൊ ഉമ്മമാനെ കണ്ടാ അറിയാ ഓല കൂട്ടത്തിലൊക്കെ ഈ വെപ്പളുണ്ട്. അതേമാതിരി ഇപ്പൊക്കെ ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്. എന്തുകൊണ്ടാണ് ഇതിപ്പോ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിന്. അന്ന് ഇപ്പൊ നല്ല ചെയ്ത് നടന്നോണ്ട് പഠിച്ചോനെ ഇപ്പോഴേലും നടത്തിയാലോ എന്നുള്ളൊരു ഇതുണ്ടായിന്. കാരണം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോണ്ടല്ലേ നമ്മള് അന്നൊക്കെ അപ്ലോഡൊക്കെ ചെയ്യാൻ നമ്മളെ രോമം അങ്ങനെ നീച്ചിരിക്കുകയാണ്. കാരണം അന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, അന്ന് കൊറേ മെസ്സേജ് ഉണ്ട് നിങ്ങളിപ്പോ നടന്നൂലേ, കൊറേ പ്രാർത്ഥിച്ചും ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെ എന്നെ തന്നെയാണ് മാറിയത്. പിന്നെ അതേമാതിരി ഇപ്പാൻ ഒറ്റ ഇടലാണ്. 2 മാസം ഒരു 6 മാസോ ഞങ്ങക്ക് ഇപ്പാനെ ചുക്കിന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോത്തിന് നടത്ത അവിടെ നിന്നപ്പോ നമ്മളെ കല്യാണത്തിനൊക്കെ ഇപ്പൊ അടിപൊളിയല്ലേ? പല കല്യാണത്തിനും തുടങ്ങണുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ഗൾഫിലാണ്, നാട്ടിലില്ല. പക്ഷെ അവിടുന്ന് എല്ലാം ഉഷാറാക്കി നിക്കായിനുണ്ട്. നിക്കാനുണ്ട്. ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അനക്കും ഉപ്പാക്ക് ഒരേ വരല്ല ഷർട്ടും നല്ല ഉഷാറായി. സ്കൂളിന്റെ അവിടെയാണ് അടിച്ചാൻ കൂട്ടില്ലേ. എല്ലായിടത്തും മണ്ടി പാഞ്ഞ് എത്തും. ഇവളെ കല്യാണത്തിനായപ്പോ ഇതിന് പക വെച്ച വീണും നീച്ചും കല്യാണത്തിന് എത്രട്ടും വീണക്കണാണ്. പിന്നെ അന്നൊക്കെ നമ്മൾ വിചാരിച്ചു ടെൻഷനാണ്, ഇനി പൈസ ഇല്ലാത്ത ഇടങ്ങേറാണ്, അതൊക്കെ അന്ന് വിചാരിച്ചേ. കാരണം കാലിങ്ങനെ കിട്ടുന്നില്ലല്ലോ, ബേക്കിലെ ബുഗലല്ലേ. എവിടെയും കാണാത്ത ഓരോരോ ദീനാണിത് ഞമ്മക്ക് കിട്ടോ. പക്ഷെ ഇത് കമന്റിൽ വരുന്നുണ്ട്, അങ്ങക്കുണ്ട് അവർക്കുണ്ട്. എല്ലായിടത്തും ഏത് ഹോസ്പിറ്റലിൽ കാട്ടി ചെയ്തിരിക്കണം, എല്ലാ ഹോസ്പിറ്റലും കാട്ടാൻ അവിടെ ഇല്ല. പക്ഷെ ഇത് വേറെ വരുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ പറയണ ഇപ്പൊ എന്താണ് മരുന്നിന്റെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഉഷാറിന് ഇപ്പൊ ഈ അതിന്റെ ഉള്ളിൽ ഈ ടെൻഷനും പാടെ കയറിയപ്പോ ഇപ്പൊ തീരെ നടക്കാൻ കഴിയുന്നില്ല. അതാണ് ഇപ്പൊ ഇതുവരെ കൊറേ ആൾക്കാർ കൊറേ വേറെ രീതിയിലൊക്കെ പറഞ്ഞില്ലേ, ഇതുവരെ മാറിയില്ലേ, അവിടെ പോയതല്ലേ, അതാണ് ഇതാന്നൊക്കെ. ഞങ്ങൾ ഒരിക്കലും എന്താ പറയാ, നമ്മള് പ്രൊമോഷനും വീഡിയോ നമ്മളൊക്കെ എടുക്കണ്ട, നമ്മള് പറയലും ഉണ്ട് ഇത് പ്രൊമോഷൻ ആട്ടോ. നമ്മളിപ്പാനോട് പറയല്ല ഇങ്ങനെ അഭിനയിച്ചെന്ന്. ഇപ്പൊ നിങ്ങള് വിചാരിച്ചിട്ടുണ്ടാവും ഒരു വട്ടം മാറിയ അസുഖമാണ്, പിന്നെ ഇപ്പൊ നിങ്ങള് വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പാനെയും കൊണ്ട് കാട്ടിച്ചാന്നൊക്കെ ചിലവര് വിചാരിച്ചു എന്തായാലും. പക്ഷെ നമ്മള് പരമാവധി ഇപ്പാനെ കാട്ടാൻ ഞങ്ങള് കാട്ടലില്ല. അതേമാതിരി നമ്മളിപ്പോ കൊറേ പ്രൊമോഷൻ വീഡിയോ ചെയ്യലുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ പോലും പറഞ്ഞ പൈസ ഞങ്ങൾ എന്നെ കൊടുത്തിക്കണേ. അത്രയും ദിവസം നിന്നത് ചിലവന്നെ എത്രയോ ഷിമ്മി ഷെഫീഖായാലും ഓൾക്ക് തിന്നാല പൈസ സത്യം അറിയാലോ. ഹോസ്പിറ്റലിൽ നല്ല പൈസ നമ്മളെ കജ്ജിൽ നിർത്തി കൊടുത്തിക്കണേ. അതെന്താ പറയാ, ഷെഫീഖ് ഇഞ്ഞതായാലും ഞങ്ങളെല്ലാരും, കാരണം നമ്മളെല്ലാരും മാപ്പല്ലേ ഓനൊറ്റക്ക് ഇതാക്കണ്ട വിചാരിച്ചിട്ട് ഇനിയും കൊണ്ട് സിഫ്നാനും കൊണ്ട് നമ്മളെല്ലാരും ഊരെടുത്തിട്ട് ആ യൂട്യൂബത്തെ പൈസ എന്താട്ടി ഇപ്പാന്റെ ചികിത്സക്ക് കൊടുത്തു. കാരണം നമ്മള് ഇപ്പൊ ഞമ്മക്കെല്ലാരും സാധാരണക്കാരാണ്, അന്നത്തെ ചെലവ് കഴിഞ്ഞോണ ആൾക്കാരാണ്. അളിയാക്കാന് ബിൽഡിംഗ് പണി, ചെറിയാപ്പ് പോയാലും ഷെഫീഖ് ഇപ്പൊ ഗൾഫിൽ നിന്ന് ആ ലെവല്. ഇപ്പൊ ചെറിയാപ്പ് പോയാലും ആ കടിയില സാധാരണ ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം പൈസ എത്രത്തോളം നമ്മളെ കയ്യിലുണ്ടാവും. പിന്നെ യൂട്യൂബിന്ന് കിട്ടണ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന് മാണ്ടി ഒന്നും ഉണ്ടാവൂല. ഓരോ വീഡിയോക്ക് ഒരു വീഡിയോ വന്ന് നമുക്ക് കയറി $2. ആ $2 എന്ന് പറയുകയാണെങ്കിൽ അത്രയും ഓടണം കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ ഒരു 18 ഉറുപ്പ്യ. അങ്ങനെ നമ്മള് മാസം ഇടുക ഒരു 10-15 വീഡിയോ. അപ്പൊ കിട്ടുക എത്ര നിങ്ങളൊന്ന് ആലോചിച്ചത്. ശരി, നമ്മള് 3 ആൾ ഒരേ മാതിരി എങ്ങനെയാണോ അതേമാതിരിയാണ് നമ്മൾ ഓരിക്കുക.
അപ്പൊ ഇല്ലത് നമ്മളിനി ആരോട് കുറ്റവും പറയാതെ കുറവും പറയാതെ നമ്മളെന്താട്ടോ ഇല്ല ചിരിച്ച് കളിച്ച് നമ്മളിനി വീഡിയോയിലായാലും കേട്ടോ നമ്മള് ഇന്നേ വരെ നമുക്ക് പ്രാരാബ്ദം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അല്ലേ നമ്മള് പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോ ഈ ആൾക്കാർ ഇപ്പൊ നമ്മളും അടങ്ങാറാണ്. അതിപ്പോ നിങ്ങളെ അറിയിച്ചിട്ട് ഇപ്പൊ എത്തായാലും അങ്ങക്ക് ഇതിലും കാര്യമുണ്ടോ? അങ്ങക്ക് എത്ര കിട്ടാം? ഒന്നുമില്ല. ചെലവിലാ വിചാരിച്ചും നിങ്ങള് റീച്ചിനും പൈസ ഇട്ടാൻ വേണ്ടിട്ട് നിങ്ങളെ പാലായം പറയാന്ന്. അങ്ങനെ കുറെ എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. നമുക്ക് നമ്മള് വീഡിയോ കാണുന്ന കൊറേ ആൾക്കാര് നമുക്കും വേണ്ടി സപ്പോർട്ട് അതന്നെ പറയണത്. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന്. പായാലും പറഞ്ഞിട്ടും ബാപ്പാനെ കാട്ടിട്ട് നമ്മള് പൈസ ഉണ്ടാക്കണില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പാക്ക് മാറിയല്ലോ പിന്നെയും ബെജായല്ല നമ്മളെ ഞാൻ ചോദ്യാണ്. അതാണ് ഇപ്പൊ ഞങ്ങള് കാര്യമായിട്ട് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത്. നിങ്ങൾ എത്ര ഇടങ്ങാറാണ് അതിലേറെ ഇടങ്ങാറ് ഞമ്മക്കാണ്. കാരണം അത്രക്ക് സന്തോഷിച്ച് ഒരു വൈക്ക് നിങ്ങളിപ്പോ വീഡിയോയില് കാണുകയാണെങ്കിൽ ആകെ 1 മണിക്കൂർ കാണുള്ളൂ. നമ്മൾ 24 മണിക്കൂറും പാപ്പാനെ കണ്ടോണ്ട് ഇപ്പൊ അതിന്റെ ടെൻഷനായി ടെൻഷൻ അടിച്ചില്ല ഓനിടക്ക് ദീർഘശ്വാസമാണ്. മോനിപ്പോ നല്ല ടെൻഷൻ കൂടിയിരിക്കണേ. കാരണം എന്താ ചോദിച്ചാല് നമ്മള് ചിരികളൊക്കെ നിന്നിക്കണേ. ഇനിയിപ്പോ നമ്മള് കെട്ടിച്ചോടത്താണെങ്കിൽ എന്താടപ്പാന പാടിപ്പ് അടങ്ങിക്കണ എന്താ പാട് നമ്മൾ ഒഴിവുണ്ടാകുമ്പോ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. അവിടെ പോയി കുത്തിരിക്കും വൈകുന്നേരം ആകുമ്പോ ഇങ്ങോട്ട് വരാം. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. എന്താ പറയാ ഞങ്ങൾക്ക് തന്നെ വ്ളോഗും കാര്യമൊക്കെ കണ്ടറിഞ്ഞിട്ടുണ്ടാവും. സാധാ തട്ടിമുട്ടിയിലെ വ്ളോഗാണ്. പെരീത്ത വ്ളോഗ് ഈ പനിന്റെ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന വ്ളോഗ് ആയാലും ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഞായറാഴ്ച ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചൊരു കണ്ടന്റിനൊക്കെ. പക്ഷെ എന്താ പറയാ ഇനിയിപ്പോ നല്ല ചേക്ക് പോട്ടെ അത്രയുള്ളൂ. ഉഷാറായി തന്നെ ഇപ്പാനായിട്ട് കൊറേ ഞങ്ങള് വീഡിയോ ഒക്കെ ഇറങ്ങണം എന്നുണ്ട്. ഇപ്പാനോട് പറയും ഇപ്പൊ ഉണ്ട് ഞാൻ ഉണ്ട്. പക്ഷെ ഇപ്പാനോട് കഴിയണില്ല. ഇപ്പാക്കും താല്പര്യമില്ല. പക്ഷെ ഇപ്പൊ നമ്മളെന്ത് പറഞ്ഞാലും ഇപ്പാന്റെ മുഖം കണ്ട് വീഡിയോ കാട്ടൊരു ഇടങ്ങാറാണ്. നമ്മളന്നാ ഡ്രസ്സിന്റെ റിവീലിങ്ങിന് വാങ്ങിയ ബോർഡ് കഴിഞ്ഞിട്ടോ കൊണ്ടുപോയി കൊടുക്കണം. ഇല്ലേ കുട്ടപ്പായി ഓളെ കച്ചിട്ടാണ് ഇവിടെ ഉണ്ട്. അത് ഇവിടെ ഉണ്ട്. അതൊക്കെ അങ്ങനെ ഇങ്ങോട്ട് പോവാ വെള്ളിപ്പാനടുത്തേക്ക് പോരെ. ടെൻഷൻ അവൻ കാറ്റുള്ളതാണ്. കേറി കാറ്റുള്ളൂ. അവ നമ്മളിഞ്ഞ് പോട്ടല്ലേ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മള് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ ഡ്രസ്സൊക്കെ വന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു വിധത്തില് പർപ്പിൾ കളർ ഏകദേശം കിട്ടി. എല്ലാവർക്കും സെറ്റ് കളറ്. ആരെ പാന്റ് ഉണ്ട് റിതുവിനെ ബ്ലാക്ക് ഉണ്ട് തുണിന്റെ. ഇപ്പൊ ഇതിന് പോയോ? ഓ എവിടെ അത് നോക്കട്ടെ. നോക്കടി ജീനല്ലേ കുറയുമ്പോ നോക്കാം ആ ഡ്രസ്സൊക്കെ. പെൺകുട്ടികൾക്ക് പിന്നെ ഏത് മോഡലും ഡ്രസ് ഉണ്ടാവും. അത് മറ്റേ മുടിയൊക്കെ കെട്ടി ഒന്നുണ്ടായ പൂതിയൊക്കെ കഴിച്ചു. എവിടെ വന്നാലും ഓരോ മോഡലാ എല്ലാ കടയും. ഒന്നുപാടെ വീതിയിലുണ്ടാവോ? അല്ല വലിപ്പാടൊക്കെ ചൂടുമ്പോ ഇതൊക്കെ നല്ല ഓർഡറാണ്. ഇതോ അല്ലെങ്കിൽ ഒരു 5 കട്ടിയാണ്. ഓ ഇങ്ങനെ പോകുന്നു. ഞങ്ങൾക്ക് കുറച്ച് നാണോ വേണല്ലോ കഴിയുമ്പോ. അനക്ക് നോക്കണില്ലേ? പറയുന്നില്ല. നിങ്ങക്കോ? നോക്കട്ടെ. അങ്ങനെ നമ്മള് അവിടുത്തെ ഡ്രസ് എടുക്കലൊക്കെ കഴിഞ്ഞാണ്ട് നേരെ പയിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വന്നിക്കാണ്. എന്താ ഓർഡർ ചെയ്തേ? ബിരിയാണി. എന്താ എനിക്ക് വേണ്ടിയേ? ബിരിയാണി. അതിന്റെ ഉള്ളു പടേ കുട്ടി ഉറങ്ങി. വന്നിട്ടില്ല, ചിക്കൻ പൊരിക്കണുള്ളൂ. അപ്പൊ നമ്മളവിടെ കാത്തിക്കാണ്. ഇനി തിന്നിട്ട് വേണം വേ പോകാനല്ലേ. നമ്മളിപ്പോ ഡിക്കി തുറക്കണം. ഇപ്പൊ ഷിഫ്റ്റാൻഡോടെ എത്തി. ഓളിറങ്ങി. എനിക്കൊക്കെ ഉറങ്ങി ഇനി വന്നിക്കണ്. ഇപ്പൊ ഇതിന്റെ ഇറങ്ങി സണ്ണ അലർജിന്റെ ഗുളി കുടിച്ചു. ഡിക്കിയില് ഷിഫ്നാനെ കൊറേ സാധനങ്ങൾ കുപ്പികള് വാങ്ങിക്കണം. മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇടാണ്. സോള കുപ്പികൾ ഇങ്ങക്ക് കാട്ടി തരും.
നമ്മളങ്ങോട്ട് നീങ്ങട്ടെ അല്ലേ? രാവിലെ ഇറങ്ങി. ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. അപ്പൊ നിങ്ങള് പോകല്ലേ? ഉമ്മാനെ കജ്ജ ഇവുണ്ടെങ്കി ആ പാത്രം പാടെ എടുക്കൂ. അല്ല പാത്രല്ല കവറ്. അടുക്കളയില് പെരുമാറി ആ എന്നാ ഡോർ ഇറക്കിയേ. ആ ഒന്ന് മറ്റേതുണ്ട് പൊട്ടണാണ്, ആട്ടി പൊട്ടിച്ചല്ലേ. അത് ഉപ്പിടുന്നൊരു പാത്രം പൊട്ടണ. അമ്മിക്കല്ലൊന്നല്ല. ആ ആ ആയിക്കോട്ടെ. കുട്ടികളൊക്കെ വന്നു. നമ്മളെ സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മളെ പെരേക്ക് എത്തിക്കണ്. നമ്മളെ കുട്ടുമണി ഇവിടെ വാക്കർ ഒട്ടി തുടങ്ങിയിരിക്കണട്ടാ. ഷുട്ടുക ഇങ്ങോട്ട് വരി, ഇവിടെ വരി. ഞാൻ അടുക്കളയിൽ പോകണെങ്കിൽ അടുക്കളക്ക് ഉണ്ട്. അപ്പൊ ഞാൻ റൂമിക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് എന്റെ പിന്നാലെ വരും. ആ വെറുതെ പോകേനി. ഓ എങ്ങട്ടാ വിചാരിച്ച അങ്ങോട്ട് ഓന് പോവാൻ വയ്ക്കുമ്പോ ആ വെത്തങ്ങട്ടി ഇങ്ങോട്ട് വരത്തിങ്ങട്ടി അങ്ങട്ടല്ല ഇങ്ങട്ട്. എന്താ കുന്മാന, എന്താ നിങ്ങക്ക് അഭിമാനം തോന്നുന്നുണ്ട് എന്നെ പറ്റി? ഈ കിടക്കണിട്ട് പീടിക്ക് കേറിയിട്ടുണ്ട് ഇറങ്ങി സാധനത്തിന് പോയതാണ്. വേറൊരു സാധനത്തിന് സാധനങ്ങൾ മൊത്തം വാങ്ങി ചെയ്തിരിക്കണം. എന്താ അങ്ങനെ കേറിയത്? എന്താ കേറിയ കടക്ക വാങ്ങാൻ, ചെറിയ കടക്ക, കുട്ടിയാക്കില്ല കടക്ക വാങ്ങാൻ പോയതാ. കടക്കയും വാങ്ങി അതിന്റെ പുറത്ത് ഈ സാധനങ്ങളും വാങ്ങി. എന്താലേ എന്താ അല്ല പാത്രങ്ങൾ നമ്മള് കണ്ടപ്പോ കേറിയതാണ്. നല്ല രസം കാണാൻ. കൊറേ ആയി നമ്മളവിടെ പാത്രങ്ങൾ മാറ്റിയിട്ട് അടുക്കളത്തെ. അപ്പൊ അതിന്റെ ചൊറുക്ക കണ്ടപ്പോ വാങ്ങാൻ തോന്നി. രസം. ഇതിന്റെ ക്ലിപ്പ് വേഗം പൊട്ടോ ഇല്ലേ ഡൗട്ട് ഉണ്ട് കേട്ടോ. കുന്മാ പറഞ്ഞു വേഗം പൊട്ടൂന്നല്ലേ. ജോയിന്റിന്റെ അവിടെ അല്ലേ ഒരു ധാരണ. പിന്നെ ഞാൻ ഉപ്പിടാനേ എല്ലായിടത്തും നമ്മളെ ഈ ഭരണി ഉപ്പിടുന്ന ഭരണി ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് വാങ്ങി. നല്ല രസല്ലേ കാണാന്. പിന്നെ അതൊക്കെ അപ്പൊ ഇനി നാളെ നിങ്ങൾക്ക് ഇന്നൊരു കല്യാണത്തിന്റെ തലേന്നുണ്ടല്ലേ? നാളെ കല്യാണം നിങ്ങളെ കുടുംബത്തില് ആരുതാണ്? വല്യപ്പാന്റെ പെങ്ങളെ കുട്ടിന്റെ. അപ്പൊ ഇമ്മയും കുന്മാനും അന്തിക്ക് പോകും. മായിലാണ്. അപ്പോൾ കുട്ടിന്റെ കുട്ടി നമ്മള് വാങ്ങിക്കൊടുന്ന ഷർട്ടൊക്കെ ഏകദേശം രണ്ടാക്കും പാകാം. മറ്റൊരു പറ്റിയിട്ടില്ല. പറ്റൂല. വീഡിയോ വൈൻഡപ്പ് ആക്കിയാലോ? അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാൻ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.